പ്രിയപ്പെട്ടവരെ, ഈ പുതിയ തിരുനാൾ ആഘോഷത്തോടുകൂടി നമ്മൾ നോമ്പ് കാലമാചരണത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് നമുക്ക് നോമ്പാചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ആരംഭിക്കുന്ന പ്രാർത്ഥനകൾ, ഉപവാസ പ്രക്രിയകൾ ഫലദായകമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായ നമ്മുടെ ഇടവക സമൂഹത്തെ, ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാലം ഫലദായകമാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുடைய കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. നമ്മളിപ്പോൾ സങ്കീർത്തനം 15, 16 രണ്ട് സങ്കീർത്തനങ്ങൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ പേജ് 10. കർത്താവേ, നിന്റെ ഗുണത്തിൽ ആലപിക്കും, നിന്റെ വിശുദ്ധഗിരിയിൽ ആലപിക്കും. കർത്താവേ, അങ്ങയുടെ വഴികൾ അന്വേഷിക്കുവാനും തിരുവചനത്താൽ നയിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. India,
ഞങ്ങളും ശാന്തതയിൽ വസിക്കുകയും ചെയ്യും. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ പരിപാടി ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തെ ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാനങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നമ്മോട് പിടിച്ചോട്ട് നിൽക്കുന്ന സഭയെ നിരന്തരമങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥനായ ദൈവം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനെയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമൗന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ ശരീരമേൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിനും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോൾ സ്തുതിയും പ്രതിജ്ഞയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്വരത്തിന്റെയും നാഥാവിന്റെയും ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരെ സമരേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിയോഗ്യനും ബലവാനമർദ്ദനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുവിൻ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന, അധ്യായം 3, തിരുവചനങ്ങൾ 1 മുതൽ 10 വരെ. കർത്താവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിനവയുടെ മാനസാന്തരം. യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോകുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിലേക്ക് കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. അവൻ നിനവെ മുഴുവനും ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയനുസരിച്ച് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രമെടുത്ത് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ.
ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സു മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്നുകണ്ട് ദൈവം മനസ്സു മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഞങ്ങൾക്ക് കർത്താവായ ദൈവമേ, ഇവിടെ ജീവിതാനികൾ ദൈവികമായി കൽപ്പനയുടെ മത്സരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരത്തിൽ ഉപകരിക്കുന്ന സ്നേഹോത്സവരക്ഷയെ ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിന് കൈകൊടുത്താലും അനുഗ്രഹിത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആസ്വദിക്കണമേ. വിശ്വസിക്കട്ടെ. ക്രിസ്തുവിൽ നവജീവിതം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുകയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുകയും, നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും, ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹണത്തിനും, അധ്യാപനപരം അധ്യാപനത്തിനും, ഉപദേശപരം ഉപദേശത്തിനും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെ പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സാഹോദര്യ തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജനിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കല്ലാതെ ചതിക്കരുത്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശ്രയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവിതന്തൂലിക
മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21, 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമന്റെ അടുത്ത് വന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിനെ നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരെ വേശികളുമായിരിക്കുന്നതിന് മുൻപേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നതാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനെ വിശ്വസിക്കാത്ത വിധം അനുസരിച്ചില്ല. നമ്മൾ വലിയ നോമ്പിന്റെ ആരംഭം പഠിച്ചുകൊണ്ട് പൊതുചെന്നാൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ നോമ്പുകാലം നമ്മൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതാണ്. എപ്രകാരം ഉള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത് നോമ്പുകാലം ഫലദായമാക്കുവാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഇന്ന് വിഭൂതി ആചരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ച ശാരം കുറിച്ചപ്പോൾ അത് നമ്മെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മണ്ണാകുന്നു, ആ മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് ചാരകോശത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ നശ്വരതയെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ സ്ഥിരമായിരിക്കുവാൻ വേണ്ടിയിട്ടല്ല, ഈ ലോകം വിട്ട് പോകേണ്ടവരാണ് എന്നുള്ളൊരു ഓർമ്മ കൂടി നമ്മളെ ഈ ചാരകോശത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പശ്ചാത്താപത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശുന്നത്. നമ്മൾ വായിച്ചു കേട്ട ആദ്യത്തെ വായനയിൽ നിനിവേ നിവാസികള് യോനാ പ്രവാചകന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ദൈവം അവരെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകളെ കുറിച്ച്, ദൈവത്തിൽ നിന്നും അമിതമായ ലക്ഷ്യങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കരുണയെ കുറിച്ചാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് ധ്യാനിക്കേണ്ടത്. കരുണയുള്ള ദൈവം, നമ്മെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് മുൻപിലേക്ക് തിരിച്ചു വരിക, ദൈവത്തിൽ ദൈവം വിളിക്കുന്ന ആ വിളി സ്വരം കേട്ടുകൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ നോമ്പുകാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് കരുതുകയാണ്. നമ്മെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, ഉപവാസം ചെയ്യുന്നു. എപ്രകാരമുള്ള ഉപവാസമാണ് നമ്മൾ നടത്തേണ്ടത്? നമ്മുടെ മാംസം വർജിക്കുക, അതോടൊപ്പം തന്നെ മത്സ്യവും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാതെ വെക്കുന്നു. വലിയ നോമ്പുകാലത്തെ കുറിച്ച് സന്ദേശത്തിൽ പറയുന്നത്, നിങ്ങൾ ഉപസിക്കേണ്ടത് മറ്റുള്ളവരെതിരായി പറയുന്ന കുത്തുവാക്കുകൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അതാണ് നിങ്ങൾ ഉപസിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളിലുള്ള എന്തെങ്കിലും തിന്മകൾ ഉണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉപവാസത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വായിച്ചു കേട്ട വായനകളിലൊക്കെ നമ്മൾ പറയുന്നു, നന്മ ചെയ്യുവിൻ, തിന്മയെ ഉപേക്ഷിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ഈ നോമ്പുകാലത്ത് നമുക്ക് തീരുമാനമെടുക്കാം. നന്മയെ ചെയ്യുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നമുക്കറിയാം, ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നമ്മളിലുള്ള ആ തിന്മയിൽ തെറ്റായിട്ടുള്ള എല്ലാ അംശങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നവീകരിക്കപ്പെട്ട പൗലോസ് പറയുന്ന പോലെ പഴയ മനുഷ്യനെ വിളിഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനായിത്തീരുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്തവ്യമായിട്ട് നിർമ്മിക്കുമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരുതരും നിന്തിരുകൽപ്പന വിട്ടുലകിൻ മറിമായങ്ങളിൽ മുഴുകി ഞാൻ പാഴായി പോയൊരു ദിനമെല്ലാം ഓർത്തോർത്തുരുകി കരയാനായി താപത്തിൻ കണ്ണീരാരുതരും താപത്തിൻ കണ്ണീരാരുതരും വൈരിക്കെതിരാ വരവിരിച്ചവരിൽ വീണുകുഴങ്ങി ഞാൻ വീണുകുഴങ്ങി ഞാൻ വനകതകത്തിന്നാലായി രക്ഷയെനിക്കു കനിഞ്ഞരുളി പാവനമാധവ കൽപ്പനകൾ ലംഘിച്ചേറ്റം ദുർബലനായി വീണ്ടും ഞാൻ മലയിൽ വീണല്ലോ വീണ്ടും ഞാൻ മലയിൽ വീണല്ലോ കണ്ണീരാരുതരും പശ്ചാത്താപത്തിൽ പാപം കഴുകിടുവാൻ കണ്ണീരാരുതരും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് വാതിൽ തുറക്കുന്ന കാര്യമായ കർത്താവേ, നിന്റെ കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. മാമോദീസ വഴി ഞങ്ങളെ വിശദീകരിച്ച് മുദ്രിതമാക്കി ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന് മരിച്ചു നിൽക്കാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തിന്റെ വസ്ത്രം ധരിച്ചും ശിരസ്സാരം പൂശിയും അനുതാപം പ്രകടിപ്പിച്ച നിർവഹിക്കാരെ ജീവിന്റെ വഴിയിലേക്ക് നയിച്ച കർത്താവേ, ഈ നോമ്പുകാലം ഞങ്ങൾക്ക് മനസ്സാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായി തീരട്ടെ. ഞങ്ങൾ മണ്ണാകുന്നുവെന്ന് മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു ഞങ്ങൾ അറിയുന്നു. പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പശ്ചാത്താപത്തിന്റെ ഭാഗത്തിനുമായി ഞങ്ങൾ വെച്ചുവാൻ പോകുന്ന ഈ ഭസ്മം ആശീർവദിക്കുകയും ചെയ്യണമേ. സ്ഥലത്തിന്റെയും നാഥായ നയിക്കും.
മണ്ണിലേക്കു മടങ്ങുന്നു മണ്ണിലേക്കു മടങ്ങുന്നു
ചെയ്തു കൊള്ളുക നീ. സ്വർഗരാജ്യമാനവിന്നോളം കൂട്ടമുള്ളുമുട്ടി ഇരുണ്ടു നിൽക്കൂ. ദീനരും ദീപമാനങ്ങൾ നിറഞ്ഞു ചൊല്ലിക്കൂ നിൽക്കൂ. മനുഷ്യാനീ മണ്ണാകുന്നു. മണ്ണിലേക്കു മടങ്ങും ദൂരം. അരുതാന കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ശിലോഹായിൽ ഗോപുരം വീണു. കൂടെ നരകത്തിൽ മരിച്ചു വീണു. തവം ചെയ്തു വരം വീണായിൽ നിങ്ങളതുപോലെ തകർന്നു പോരും. മനുഷ്യാനീ മണ്ണാകുന്നു. മണ്ണിലേക്കു മടങ്ങും ദൂരം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. ഫലം നൽകാനുയർന്നു നിൽക്കും വൃക്ഷനിഴലെല്ലാം അഴിഞ്ഞു വീഴും. തിരിനീരെറിഞ്ഞു വീഴും. നീരെ നിറം മാറി ചാമ്പലായി തീരും. മനുഷ്യാനീ മണ്ണാകുന്നു. മണ്ണിലേക്കു മടങ്ങും ദൂരം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക നീ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലെയോ 14 പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ തിരുപിതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷികളുടെയും ക്ഷേമത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഭവനരഹിതർക്ക് പാർപ്പിടം നൽകുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഉപവാസമെന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്ത കർത്താവേ, ദുഷ്ടയുടെ കെട്ടുകൾ അഴിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ് നീ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് പ്രവാചകൻ വഴി ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, പാപികൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാതെ അവരെ നേർവഴിക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പശ്ചാത്താപം പ്രകടിപ്പിച്ച കള്ളന് സ്നേഹപൂർവ്വം മാപ്പ് നൽകിയ കർത്താവേ, പശ്ചാത്തപിക്കുന്ന പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ആത്മപരിത്യാഗത്തിനെയും ദൈവനിർവൃത്തത്തിനെയും അനുരഞ്ജനത്തിനെയും ചെയ്ത് ജീവിക്കുവാൻ നോക്കാതെ സഹായിക്കണമേ. നീതിക്ക് വേണ്ടി വിശുദ്ധനാകുന്നവരോടൊപ്പം തിന്മയ്ക്കെതിരായി പോരാട്ടത്തിൽ ഞങ്ങൾ പങ്കുചേരട്ടെ. പ്രാർത്ഥനയും ഉപവാസവും പരസ്പര സ്നേഹവും വഴി പാപകം പരിഹാരം ചെയ്യുവാനും ജീവിതത്തിലെ വിളിച്ചുകൾ ശ്രമിച്ച് സുഖകരമായി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാകണമേ. സ്ഥലത്തിന്റെയും നാഥാന്യനെയും കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹ കർത്താവിൻ തിരുവൈദിനവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്കരുടനയുഗനാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും മിശിഹ കർത്താവിൻ തിരുവൈദിനവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്കരുടനയുഗനാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദിമുതലേക്ക് മാറി ദൈവത്തിന്റെ സ്നേഹമായി ഏകജാതന്റെ സ്നേഹത്തെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം അമ്മയിൽ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായി മാതാവിന്റെ ഓർമ്മയോടുകൂടി വിജയമറ്റ നീതിമാന്മാരുടെയും മകളുടെ സാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവിനോടുകൂടെ നമ്മുടെ രാജാവിനോടുകൂടെ നമ്മുടെ ദൈവത്തിനോടുകൂടെ യാക്കോബ് ദൈവം നമ്മളെ സഹായിക്കും. ശരീരവും പരിവരത്തിന്റെ സുദൃഢമായ ഉദ്ധാനം വഴി നിയമത്തോടെ ലഭിക്കുന്ന പ്രതീക്ഷയിൽ മറ്റുമില്ലാവരെതിരെ ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധനായ നമ്മുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികളുടെ ആചാര്യനും ഞങ്ങൾക്കെല്ലാം പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവമുള്ള സത്യദൈവവും പിതാവിന്റെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചസംഹാരം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാതിരാക്യസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പൊലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാരും പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരും മനസ്മരിക്കണേ. വിശാല കൃപയാൽ ഈ വരി നമുക്ക് സഹായതരം രക്ഷിക്കും സഭരാജ്യത്തിനും കാരണമാകട്ടെ. കർത്താവേ, ആസ്വദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കൈകൾ വഴി മധ്യാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വത്സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷകന്റെ ശരീരരക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാലത്തിനാൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഒരു വിശ്വാസത്തോടെ കൂടെ പരിഹാരം ചെയ്യാൻ ഞങ്ങളെ ശുദ്ധരാകണമെന്ന് അങ്ങയുടെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിനിധിപരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ പ്രസംഗിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടി. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാനിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ ഭക്തന്റെ ആരാധ്യമായ നാമം എല്ലാ ഗ്രഹങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളും നിർദ്ദജതയും എല്ലാ സൃഷ്ടികളുടെ പോഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും മുതലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. ഭക്തമന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭയന്മാരുടെ സാധ്യന്മാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ
അവിടുത്തെ നാമത്തിൽ അർപ്പിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തലയടിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായി തിരുക്കണമെല്ലാം പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അടുക്കലേക്ക് തന്നെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് പ്രതിഷ്ഠിതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചൊല്ലപ്പെടുന്ന ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് ഞങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മുതലായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടനക്ഷം വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രവൃത്തി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് എല്ലാ സഹായികൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും പ്രതിജ്ഞയും രാത്രിയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോം നാലാം പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫീസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ തിരുപതാധീശനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിന്റെ ഉപതാധീശനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനും പുരോഹിതമായ സംസ്ഥാനമാർ സമർപ്പിതമായ പ്രേക്ഷിതർ ഭരണകർത്താക്കളും വേദികാരെന്നവർക്ക് വിശുദ്ധ കന്യകാ സഭ മുഴുവന് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ ശ്രദ്ധയും പ്രീതമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിനും ദുഃഖിതനും ദരിദ്രനും പീഡിതനും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ പരപരിചയമായ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശവൻ കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദുർബലവും വിശ്വമായ പരിപീഡനത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമടുക്കാത്ത പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശയങ്ങായച്ചുവെന്നും ഫാസിലവരെ വരയട്ടെ. ഞങ്ങളുടെ പിതാവെന്നും ജീവിതായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായയുടെ ദരിദ്രം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനമായ എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മിതി വിശുദ്ധി ഞങ്ങളെ പഠിപ്പിക്കുമെല്ലാം മനസ്സ് പറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാദരക്ഷകനുമായ ശംശയുടെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മഹനീയവും ഭക്തിനകവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശത്രുവായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നൽകണമേ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും ബോധിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ അവിടുത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മറ്റൊരു വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെട്ടില്ല നമ്മുടെ
കേട്ടിരിക്കുന്നു. അങ്ങയുടെ അപേക്ഷകളെ അമൂല്യപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ കൂടി ഞങ്ങൾ അങ്ങേക്ക് പ്രതിജ്ഞ നിർവഹിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതങ്ങളുടെ നാമത്തിന് സ്തുതി ബഹുമാനം പ്രതിജ്ഞയും വരാതെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയുടെ വിധം എന്നോട് നേടാനേണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, വിശ്വസിക്കായി നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് രാത്രിയിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുമായ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയും ലോകത്തിൽ മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്ന മരിക്കുകയില്ല, ലക്ഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകൻ ഈശോൻ ശിഷ്യരെ അറിയിച്ച കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ്
പുതിയ ശക്തി പ്രാപിക്കാം. ഭയഭക്തികളോടും സ്നേഹത്തോടും കൂടി അവിടുത്തെ തിരിച്ചറിയ രത്നങ്ങൾ സ്വീകരിക്കാം.
ഉത്തമവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഒരു ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിന്റെ ദിവസമാണ്, നമുക്കറിയാം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് നമ്മൾ ഒരു നേരം നോക്കി പ്രാർത്ഥിക്കുന്നത്. ആരോഗ്യപരമായ പ്രോബ്ലം ഇല്ലാത്തവര് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഒരു നേരം നോക്കി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അരബിയിൽ ചെലവഴിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിശദീകരിച്ച കരിയും വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ളവര് കുർബാനയ്ക്ക് ശേഷം സാക്രിസ്റ്റിയുടെ പുറകിൽ വന്നാൽ മതി. ട്രസ്റ്റുമാർ അവിടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെറിയ കവറിനകത്ത് തരുന്നതായിരിക്കും. കർത്താവായ ദൈവമേ, ജീവദായകമായ അങ്ങയുടെ വചനം സ്വീകരിച്ച് പാപബോധത്തിനും പരിഹാര മനോഭാവത്തിന് വളരുവാനും തിരുശരീരങ്ങൾ ഉൾക്കൊണ്ട് നിത്യജീവൻ അർഹരാകുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങയുടെ ദാനത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ ശക്തരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം പാപങ്ങൾ പൊറുക്കുന്നവനും രോഗങ്ങൾ സുഖപ്പെടുന്നതുമായ മിശിഹായെ, പശ്ചാത്താപത്തോടെ നിന്റെ പക്കലേക്ക് അണഞ്ഞ് ഈ പരിഹാരത്തിൽ പങ്കുചേരുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ കാരണമെന്ന് പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്നും ജീവന്റെ പൂർണ്ണതകളും ആഗ്രഹിക്കുന്ന കർത്താവായ യേശുവായി മനുഷ്യവംശത്തിന്റെ നവീകരണ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനെ ഭൂമിയിലേക്ക് ചങ്ങിയുടെ അനന്തകാലത്തെ ഞങ്ങൾ പാടുന്നു. അവിടുന്ന് ദൈവരാജ്യത്തിന്റെ സവിശേഷം പ്രസംഗിക്കുകയും അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശം ഞങ്ങൾ നൽകുകയും ചെയ്തു. സ്വർഗ്ഗരാജ്യത്തിന്റെ നീതി ഇപ്പോഴും രക്ഷിക്കുവാനും പ്രത്യേകിച്ച് നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെയും പാപപരിഹാരത്തിന്റെയും പരസ്നേഹത്തിന്റെയും ഫലങ്ങൾ പ്രകടിപ്പിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിന്റെ ജനമേ, ദൈവജനത്തിൽ ആശ്രയിച്ച് പ്രലോഭനങ്ങളെ ജയിച്ച് ആത്മീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ വിശ്വായുടെ പരിസരങ്ങളെ ശക്തരാക്കട്ടെ. ഇപ്പോഴും